പ്രഥമസ്കന്ധത്തിലെ പരീക്ഷിത്തിന്റെ ജനന എന്ന 4ാമത്തെ ഹെഡിങ്ങാണ് ഇന്നത്തെ വീഡിയോ. ഓം ഗം ഗണപതേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗണപതേ നമഃ. വിഘ്നമസ്തു. ബാദരായണൻ നിജബോധമാലിന്യം തീർപ്പാൻ മോദമാർന്നതു ചമച്ചാനതിങ്ങനെയല്ലോ. ജാതനായപ്പോഴേ താൻ മുക്തനായിരിപ്പൊരു വ്യാസനന്ദനൻ നിരാസാകരനാത്മാരാമൻ ശ്രീശുകൻ ഭാഗവതം പഠിപ്പാനങ്ങന്തതിൻ ആശയായത് ചൊൽക എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ചൊല്ലിനാനദസൂതൻ, എല്ലാവർക്കും ആത്മാവല്ലോ കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ. തദ്ഗുണങ്ങളെ അനുസരിച്ച് ഭക്ത്യാ വേണം നിർഗുണത്തിങ്കൽ ചേർന്നു ലയിപ്പാനറിഞ്ഞാലും. അങ്ങനെ ഗുണപ്രസിദ്ധാത്മകൻ ചരിത്രങ്ങൾ ഇങ്ങൊരു ഫലശ്രദ്ധ കൂടാതെ മുനികളും സംഘനാശനകരമെന്നോർത്തു ശീലിക്കുന്നു. സംഗമോ ഭഗവന്മായ ഗുണങ്ങളിലല്ലോ. ഇങ്ങനെ നിരൂപിച്ചു ശ്രീശുകൻ ഭാഗവതം. തിങ്ങിന് ഭക്ത്യാ പഠിച്ചിടുവാനവകാശം. ഭഗവത് ഗുണങ്ങളിൽ അവിലോപിത ചിത്തൻ അകമേശുകൻ പഠിച്ചിടിനാനതു പിന്നെ നൃപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിപ്പാനുള്ളോരു അവകാശവും പുനരധുനാ ചൊല്ലാമല്ലോ. ഭാരതയുദ്ധത്തിങ്കൽ വീരരാം നരവരന്മാരെല്ലാം മരിച്ചൊടുങ്ങിടിന ശേഷത്തിങ്കൽ മാരുതിയുടെ ഗതയേറ്റുടൻ തുടഞ്ഞിരിഞ്ഞാരഴൽപ്പെട്ട് യുദ്ധഭൂമിയിൽ കിടക്കുന്ന ദുര്യോധനനെ കണ്ടതി സങ്കടത്തോടെ ഗുരുനന്ദനൻ ചെന്ന് ചതിയാലുറക്കത്തിൽ ദ്രുപദപുത്രി സുതന്മാർ തലകളെ അറുത്ത് അവനീശ്വരൻ മുമ്പിൽ വച്ചതങ്ങവനേതും പെരികെ പ്രിയമായിലതിനാൽ അതിശുചാം കരയും ദ്രുപദജാസവിരേ ചെന്നു നിന്നു. പുരുഹൂതജൻ ചൊന്നാൻ, ഇത് ചെയ്തവനൊരു ധരണീസുരവരനെങ്കിലും അവൻ തല മുമ്പിൽ വെച്ചിനി നിന്റെ ദുഃഖം ഞാൻ തീർപ്പനെന്ന് വൻപോടു സമയം ചെയ്താശ്വസിപ്പിച്ച ശേഷം കൃഷ്ണസാരഥിയായി തേരിലങ്ങേറിച്ചെല്ലും ജിഷ്ണുനന്ദനനെ കണ്ട് അശ്വത്ഥാമാവന്നേരും ഭീതനായോടി നാനാദിക്കുകൾ തോറും നടന്ന് ഏതും ആശ്രയം കാണാഞ്ഞ് അർജുനൻ തന്നെ നോക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാനതിനെ കൃഷ്ണാജ്ഞയാം. ബ്രഹ്മാസ്ത്രം കൊണ്ടു തന്നെ തടഞ്ഞവനെയും പിടിച്ചു കെട്ടി ദ്രുപദാത്മജ തൻ്റെ മുമ്പിലടുക്കെ വെച്ച് സത്യം ഭരിച്ചാൻ ധനജ്ഞയൻ. തദനു പാഞ്ചാല ഭൂപാല നന്ദന ഗുരുസുതനെ കണ്ട് ദയാവതിതാനതു നേരം മനസ്സേ ഭക്തി വളർന്ന് അഭിവന്ദനം ചെയ്തു. തനിയെ ബന്ധമഴിച്ചയക്കയെന്നാളവൾ ബ്രാഹ്മണോത്തമൻ ആചാര്യാത്മജൻ ഇവനല്ലോ. ബ്രാഹ്മണദ്വേഷം യോഗ്യമല്ലെന്ന് നൃപപുത്രി ചൊന്നതാദരിച്ച് ധർമാത്മജ മുകുന്ദന്മാർ നിന്നളവേറ്റം ബഹുമാനിച്ചു മറ്റുള്ളോരും.
നിന്നത് കണ്ട് വായുനന്ദനവൻ തന്നെ കൊന്നെടുക്കണം. ചൂടാരത്നം എന്നൊരുമ്പെട്ട് വന്നവൻ തന്നോടത് യോഗ്യമല്ല. അബദ്ധ്യനാകുന്നതീധരാസുരനെന്ന് അതിനിപ്പോൾ കൊന്നതിൻ ഫലം വരുത്തിയിടുവനിവിടെ ഞാൻ എന്നരുൾ ചെയ്തു നന്ദനന്ദനൻ നാരായണൻ. പിന്നെയങ്ങവൻ തലശികയാ കൂടച്ചിരച്ച് അന്യൂന സഹജമായുള്ളൊരു ചൂടാരത്നം ചൂഴ്ന്നെടുത്ത് അവിടെ ബന്ധിച്ച് ബന്ധവും തീർത്തു. പൂർണ്ണവേദനയോടെ കേണു വീണവൻ തന്നെ കണ്ടഹോം. പടവീട്ടിൽ നിന്നുടൻ പുറത്താട്ടിക്കൊണ്ടുപോയാക്കി പുരിപുക്കിരുന്നരുളുമ്പോൾ കൊണ്ടൽ നേർവർണ്ണൻ ദ്രുപദാത്മജ തന്നെ കൂടെ കൊണ്ടുപോയി കുരുക്ഷേത്രം പ്രാപിച്ചു രണാങ്കണേ. പണ്ടുതാം പ്രതിജ്ഞ ചെയ്തുള്ളതങ്ങവൾക്കുള്ളിൽ ഇണ്ടലെന്നിയെ കാട്ടിക്കൊടുത്തു. പാർത്ഥന്മാരെ കൊണ്ട് യുദ്ധത്തിൽ മരിച്ചുള്ളവർക്കെല്ലാം ഗതിയുണ്ടാവാൻ ശേഷക്രിയ ചെയ്യിച്ചു വഴി പോലെ ധർമ്മജൻ തനിക്ക് രാജ്യത്തെയും സമർപ്പിച്ച് നിർമ്മലൻ ദ്വാരാവതിക്കങ്ങെഴുന്നള്ളിടുവാൻ തുടങ്ങും നേരം നിജഗർഭവിച്ഛേദം ചെയ്യുവാൻ തുടർന്നു വരും. വിരിഞ്ചാസ്ത്രവേഗത്താലുള്ള നടുങ്ങി ശരണമായുത്തര കരയുമ്പോൾ മടങ്ങി കുരുകുലൻ രക്ഷിപ്പാനഖിലേശൻ ഗർഭത്തെ സ്വമായയാ മൂടി രക്ഷിച്ചു വച്ചു. ചിൽപ്പുമാനൊരുമ്പെട്ട യാത്ര കണ്ടതു നേരം കുന്തിയും പുത്രന്മാരും ശ്രീപാദാംബുജത്തിങ്കൽ അന്തിയെ നമസ്കരിച്ച് അന്തർമോദേന ചൊന്നാർ. സന്തതം സദാ ചിത്താന്തസ്ഥിതനായുള്ളോരു നിന്തിരുവടിയൻ്റെ സന്തതി ജാതങ്ങളെ സന്തോഷിപ്പിച്ച് രക്ഷിച്ചിടുവാനിവിടെ നിന്ന് എന്തെല്ലാം ദുഃഖം അനുഭവിച്ചു ജഗൽപദേ. ചിന്തിച്ചാലത് സുഖമങ്ങിന്നു വരികിലും നിന്തിരുവടിക്കായിക്കൊണ്ടിപ്പോഴും നമാമ്യഹം. ബന്ധുവത്സലനായ നിന്നെ വേർപെട്ടാലിവര് അന്ധന്മാരെന്ന് ദയാസിന്ധോ ഞാൻ ചൊല്ലേണമോ. സർവാത്മാ സർവജ്ഞനാ നിന്തിരുവടി എന്നാൽ സർവ അപരാധങ്ങളും ക്ഷമിച്ചു ചെറുതിന്നും വാഴേണമിവിടെ പാഴായി വരുമല്ലെന്നാകെ. താഴാം മേലിൽ ഇളപ്പമുണ്ടാമെന്നവൾ ചൊല്ലും. നിർബന്ധ മധുരവാക്യസ്തുതികളെ കേട്ട് സദ്ബന്ധു തെളിഞ്ഞു തത്രൈവ വാണിടുങ്കാലം. ധർമ്മജൻ രാജ്യലോഭം കൊണ്ടു താൻ ചെയ്തതെല്ലാം ദുർമതമെന്ന് ചിന്തിച്ചന്ധനായി ചമകയാൽ ധർമാധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ട് നിർമ്മലൻ ഉപദേശിപ്പിച്ചതും നടക്കിനാൻ. പിന്നെയാ ഗംഗാദത്തൻ കൃഷ്ണനെ കണ്ടു തെളിഞ്ഞ് അന്യൂനഭക്ത്യാ നിജ ചിത്തത്തിൽ ഉറപ്പിച്ചു വർണ്ണിച്ചു ദേഹത്യാഗം ചെയ്തവൻ ഗതി കണ്ട്. പുണ്യവാൻ തൻ്റെ ശേഷക്രിയകളതും ചെയ്തു ഹസ്തിനപുരി പുക്ക് രാജ്യവും പരിപാലിച്ച് അത്തലുമൊഴിച്ചു വാണിടിനാൻ ധർമാത്മജൻ. കൃഷ്ണനും പൗരാണികാചാര്യനാം ധൗമ്യന്താനും ജിഷ്ണു ഭീമാദികളുമൊത്തുപോയി പനിമലബുക്കുടൻ
നിധിയെടുത്ത അശ്വമേധവും കഴിച്ച് ഉൾക്കാമ്പിൽ ധർമാത്മജനെത്രയും സുഖം ചേർത്ത് വർത്തിച്ചു കൂടെ പിരിയാതെ 4-5 മാസം. ഉത്തമ ശ്ലോകെന്തത്ര വസിച്ചൊരനന്തരം കുന്തിയെ കണ്ടു വന്ദിച്ചന്തസ്താപവും തീർത്ത് കുന്തി നന്ദനന്മാരോടനുവാദവും കൊണ്ട് ശ്രീമദ്വാരകാപുരിക്കങ്ങെഴുന്നള്ളിടിനാൻ. കാമതൻ തന്നെ കണ്ടു സുഖിച്ചാരെല്ലാവരും. അക്കാലം ചക്രായുധൻ മായയാ ഗർഭത്തിങ്കൽ രക്ഷിച്ചങ്ങിരുന്നൊരു പുത്രനെ പ്രസവിച്ചാൾ മാത്സ്യനന്ദനാം. പരീക്ഷിച്ചെടുത്തുളനായ പുത്രന് പരീക്ഷിത്തെന്ന് ഇട്ടിതു നാമത്തെയും.